ഡേറ്റിനായി സംവിധായകരുടെ നീണ്ട നിര. നിലവിൽ മഹേഷ് നാരായണനൊപ്പമുള്ള സിനിമയുടെ തിരക്കിലായിരിക്കുന്ന മമ്മൂക്കയെ കാത്തിരിക്കുന്നത് നിരവധി പ്രോജക്റ്റുകളാണ്. ടെക്നോ ആക്ഷൻ ത്രില്ലർ ജോണറിലായി ഒരുങ്ങുന്ന മഹേഷ് നാരായണൻ സിനിമയുടെ വലിപ്പത്തെപ്പറ്റി വീണ്ടും വാചാലനായിരിക്കുകയാണ് നിർമ്മാതാവ് ജോബി ജോർജ്. മമ്മൂക്ക ലാലേട്ടൻ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഗംഭീര സിനിമയാണെന്ന് ജോബി ഉറപ്പിച്ചു പറയുന്നു. മഹേഷ് സിനിമയ്ക്ക് ശേഷം നിതീഷ് സഹദേവനൊപ്പമുള്ള സിനിമയിലേക്കാകും മമ്മൂക്ക കടക്കുക. മാസ് കൊമേഴ്ഷ്യൽ ചിത്രമാണിതെന്ന റിപ്പോർട്ടുകൾ. ബേസിൽ ജോസഫ് നായകനായി അഭിനയിച്ച ഫാലിമി എന്ന സിനിമ ഒരുക്കിയത് നിതീഷ് സഹദേവനാണ്. കൺഫേം ആയിരിക്കുന്ന പ്രോജക്റ്റിൽ ആരാധകർക്ക് ഏറെ ആവശ്യം തരുന്ന 2 സംവിധായകരാണുള്ളത്, അമൽ നീരദും അൻവർ റഷീദും. എന്നാൽ ഈ പ്രോജക്റ്റുകൾ എന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അമലിന്റെ അടുത്ത സിനിമ ലാലേട്ടനൊപ്പമുള്ളതാണ്. ഇതിനുശേഷമാകും മമ്മൂക്കയോടൊപ്പമുള്ള സിനിമ ആരംഭിക്കുക. ഖാലിദ് റഹ്മാൻ, കൃഷാന്ത്, ടിനു പാപ്പച്ചൻ എന്നിവരുടെ കഥകൾ മമ്മൂക്ക കേട്ടുകഴിഞ്ഞു. ടിനുവിനൊപ്പമുള്ള സിനിമ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന കഥയാണ് ടിനു ഒരുക്കാറുള്ളത്. ഇതും അങ്ങനെ തന്നെയാകണം. അതേസമയം ഫെബ്രുവരി 14 റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ബസൂക്കയാണ് മമ്മൂക്കയുടെ അടുത്ത റിലീസ്. നവാഗതനായ ഡീനോ ഡെന്നിസ് ആണ് ബസൂക്കയുടെ രചനയും സംവിധാനവും. പോസ്റ്റ് പ്രൊഡക്ഷന്റെ അവസാന ഘട്ടത്തിലെത്തിയ ബസൂക്ക 14 തന്നെ ഇറക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് സാധ്യമായില്ലെങ്കിൽ ഫെബ്രുവരി 21 റിലീസ് നീട്ടും. ഒരു വെടിക്കെട്ട് ട്രെയിലർ ബസൂക്കയുടെ എത്താനുണ്ട്. അതും കൂടി എത്തുന്നതോടെ നല്ല ഹൈപ്പ് പടത്തിന് കയറും. നവാഗതനായ ജിതിൻ ഗേജോ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത സിനിമയാണ് ബസൂക്കയ്ക്ക് ശേഷം മമ്മൂക്കയുടെ റിലീസ് ആകുന്നത്. അതേസമയം മമ്മൂക്ക എമ്പുരാൻ ടീസറിന്റെ ലോഞ്ചിൽ പങ്കെടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.